നാടകം ഇവിടെ വാസം സാധ്യമാണ്. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മനുഷ്യന്റെ ചൂഷണം കൊണ്ട്, ചൂടുകൊണ്ട് ചുട്ടുകൊള്ളുന്ന ഭൂമി, ധ്രുവങ്ങളിലെ മഞ്ഞുരുകി വലിക്കുന്ന ഭൂമി. മനുഷ്യ കണ്ണു തുറക്കൂ. ചുട്ടുപൊള്ളുന്നേ, ചൂട് സഹിക്കാൻ വയ്യ, വല്ലാതെ നീറുന്നു. ചുട്ടുപൊള്ളുന്നേ. എവിടെ നിന്നാണ് ഈ വിലാപം, ദീനരോദനം? മുൻപ് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ലല്ലോ. ഹേ മനുജ, നീ ചവിട്ടി നിൽക്കുന്ന മണ്ണിലേക്ക് നോക്ക്. ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ ഭൂമി, നിന്റെ ചൂഷണം കാരണം മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, നീ കാണാതെ പോകുന്ന ഭൂമി. ഭൂമിയോ? നീയോ? നിന്റെ വിലാപമാണോ ഞാൻ കേട്ടത്? അതിന് നിനക്ക് ജീവനുണ്ടോ? എനിക്ക് ജീവനുണ്ടോ എന്നാണോ നിന്റെ സംശയം? നിന്റെ ക്രൂരതകൾ കാരണമാണ് എന്റെ പച്ചപ്പ് നഷ്ടമായി നീലഗ്രഹമായി ഞാൻ ചുട്ടുപൊള്ളി ചുവന്നു പോയത്. മനുഷ്യൻ വീണ്ടും എന്നെ ദ്രോഹിക്കുന്നു. എന്നിലേക്ക് വീഴുന്ന ഓരോ പ്ലാസ്റ്റിക്കും എന്നെ ചുട്ടുപൊള്ളിക്കുന്നു. ദ്രോഹികൾ എന്റെ ചൂട് കൂടുന്നു. പ്ലാസ്റ്റിക് കവർ വീണപ്പോൾ നിനക്ക് നീറുന്നു. കഷ്ടം. വെറുതെ നീ പുലമ്പാതെ. എവിടെ നിന്നാ ഗന്ധം? അയ്യോ, ആരോ പ്ലാസ്റ്റിക് കത്തിക്കുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്നെ ചൂട് പിടിപ്പിക്കും. നിർത്താൻ പറയൂ. ഹരിതേ, ഹരിതേ. വെറുതെ നീ കിടന്ന് വിലപിക്കാതെ. പിന്നെ ഞങ്ങൾ ഈ മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നീ നിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ നശിച്ചാൽ നീയും നശിക്കുമെന്ന് നീ ഓർക്കുന്നില്ല. മുറ്റമാകെ വൃത്തിയേടായി കിടക്കുന്നു. മഴ പെയ്താൽ ചെളി നിറയും. മഴയ്ക്ക് മുമ്പ് മുറ്റത്ത് ടൈം കാണണം. അതെ അതെ, ശരിയാണ്. എത്രയും വേഗം അത് ചെയ്യാം. എന്താ അവർ പറഞ്ഞത്? വീണ്ടും എന്റെ ദേഹത്തിൽ ടൈൽപ്പാകുമെന്നു. ഈ മനുഷ്യർ ദുഷ്ടരാണ്. എന്റെ ദേഹമാകെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് ശ്വാസം മുട്ടിക്കുന്നു. പിന്നെ ഞങ്ങൾ താമസിക്കാൻ എന്ത് ചെയ്യും? മണ്ണിലേക്ക് വെള്ളമായി നിറങ്ങുന്ന രീതിയിൽ നിങ്ങൾ എന്റെ കുറച്ച് ശരീരമെങ്കിലും പുറത്തു വെക്കൂ. നിങ്ങളെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വരിഞ്ഞു മുറുക്കുകയോ ദേഹത്ത് സിമന്റ് പൂശുകയോ ചെയ്താൽ നിങ്ങൾ സഹിക്കുമോ? വെറുതെ വിഡിത്തം പറയാതിരിക്കൂ. മനുഷ്യൻ അജയ്യനാണ്. ഞങ്ങൾക്ക് സുഖമായി ജീവിക്കണം. അയ്യോ, എന്താ അത്? ഹരിതേ, മരം മുറിക്കരുതേ. പിന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? മരം മുറിച്ചാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വീണ്ടും കൂടും. വീണ്ടും ചൂട് കൂടും. ചൂട് കൂടിയാൽ ധ്രുവങ്ങളിലെ മഞ്ഞുരുകും. നിങ്ങൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കടലിൽ കുമിഞ്ഞുകൂടുകയാണ്. ജലാശയങ്ങൾ മലിനമാവുകയാണ്. എന്തിനു മനുഷ്യ, നിന്റെ കുഞ്ഞിന്റെ ചുണ്ടിലേക്ക് ആദ്യം ഇറ്റ് വീഴുന്ന മുലപ്പാലിൽ പോലുമുണ്ട് പ്ലാസ്റ്റിക്കിന്റെ അംശം. അയ്യോ, അത്ര ഭീകരമാണോ അവസ്ഥ? ഞങ്ങൾ മനുഷ്യർ തന്നെ ഞങ്ങളുടെ അന്ധകരാവുകയാണോ? ഇല്ല ഇല്ല.
സംരക്ഷിക്കാനുള്ള കാഹളം മുഴങ്ങുന്നത്? ആ സ്കൂളിലെ കുട്ടികളല്ലേ എന്നെ സംരക്ഷിക്കാനുള്ള കാഹളം മുഴക്കുന്നത്? ഹേ മനുഷ്യ, നീ ആ കുട്ടികളെ കണ്ടു പഠിക്ക്. ആ സ്കൂളിലേക്ക് നോക്ക്. ഹേ മനുഷ്യ, നീ അവിടേക്ക് നോക്കൂ. ക്ലാസ് മുറികളിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ബാസ്ക്കറ്റിന് പകരം വലിച്ചെറിയുന്ന പേപ്പറുകൾ കൊണ്ട് പേപ്പർ ബാസ്ക്കറ്റുകൾ നിർമ്മിക്കുന്ന കുട്ടികൾ. ഹേ മനുജ, ഇങ്ങോട്ട് നോക്കൂ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമാഹരിച്ച് ഹരിതസേനയ്ക്ക് കൈമാറുന്ന കുട്ടികൾ. വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ച് എന്നെ ഹരിതാഭമാക്കുന്ന കുഞ്ഞുങ്ങൾ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. വരൂ മക്കളെ, എന്നിലേക്ക് വരൂ. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണ്. സ്ക്രിപ്റ്റ് ഡോക്ടർ പ്രിയങ്ക. ശബ്ദം നൽകിയിരിക്കുന്നവർ പ്രിയങ്ക, സ്മിത കുര്യൻ, ലീന. അഭിനേതാക്കൾ ഭൂമി, ജെറുഷ, നംഷ, ആഷ്ലി.